ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഗ്രോത്ത് ലഭിക്കുന്നില്ല, വ്യൂസ് കുറഞ്ഞു പോയി, ഇനി ചാനൽ ഗ്രോ ആകുമോ? ഇത്തരത്തിൽ ഒരുപാട് ഡൗട്ടെല്ലാമാണ് പല പുതിയ ക്രിയേറ്റേഴ്സിനും ഉള്ളത്. ഏതൊരു ചാനലിൻ്റെയും ഗ്രോത്ത് നഷ്ടമാകുന്നത് നമ്മുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടെല്ലാമാണ്. നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണ് കൺസിസ്റ്റൻ്റായി വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതുപോലെ വ്യൂസ് എല്ലാം ഉള്ള ചാനലുകൾക്കും ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടുന്നത് കൺസിസ്റ്റൻ്റായി വീഡിയോ ചെയ്യാൻ സാധിക്കാത്തതിനാലാണ്. സാധാരണ നമ്മൾ ചാനൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ആ ഒരു ശ്രദ്ധ നമ്മൾ പിന്നീട് കൊടുക്കുന്നില്ല എങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ചാനൽ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടാൻ ഇത് കാരണമാകും. ദിവസവും യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ പാറ്റേൺ അനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം ഉണ്ടാകും. അതിനാൽ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റായി വീഡിയോ അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ റാങ്കിങ് നഷ്ടപ്പെടാനും അതുപോലെ നമ്മുടെ വ്യൂസ് എല്ലാം കുറയാനും ഇത് കാരണമാകും. അതുപോലെ നമ്മുടെ വ്യൂവേഴ്സ് അവർ മറ്റു പല ചാനലുകൾക്കുമായിരിക്കും കൂടുതൽ ശ്രദ്ധ നൽകുക. അതിനാൽ തന്നെ കൺസിസ്റ്റൻ്റായി വീഡിയോസ് എല്ലാം ചെയ്യുക. ഇനി നിങ്ങൾ കൺസിസ്റ്റൻ്റായി വീഡിയോ ചെയ്യുന്നുണ്ട്, എന്നാൽ ചാനലിൽ വേണ്ട സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് ഒന്നും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ സെറ്റിങ്സ് എല്ലാം ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന ടാഗ്സ് ഇത് നമുക്ക് ഗുണപ്രദമാകുന്നില്ല എങ്കിൽ നമുക്ക് ഈ ടാഗ്സ് മാറ്റി എല്ലാം ട്രൈ ചെയ്യാം. ഇത്തരത്തിൽ നമ്മുടെ ചാനലിന് സ്യൂട്ടബിൾ ആയ ടാഗ്സ് എല്ലാം നൽകുക. അപ്പോൾ എങ്ങനെയാണ് ചാനൽ സെറ്റിംഗ്സ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങളുടെ വീഡിയോയുടെ ഗ്രോത്ത് കുറയുന്നുവെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈറ്റിൽ, ടാഗ്സ്, ഡിസ്ക്രിപ്ഷൻ ഇവയെല്ലാം ഒന്നുകൂടി ചിട്ടപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ വീഡിയോയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്ന തംബ്നെയിൽ. വളരെ വ്യക്തമായതും അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിന് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതുമായ തംബ്നെയിൽസ് ആണ് നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ വീഡിയോയുടെ ചാനൽ ഗ്രോത്ത് നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന കാര്യം അത് നമ്മൾ നമ്മുടെ കാറ്റഗറിയിൽ ചേഞ്ചസ് എല്ലാം വരുത്തുമ്പോഴാണ്. അതായത് ഏത് നിഷാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള വീഡിയോസ് എല്ലാമാണ് നമ്മൾ ചെയ്തു പോകുന്നത്. എന്നാൽ പെട്ടെന്ന് നമ്മൾ കാറ്റഗറി എല്ലാം ചേഞ്ച് ചെയ്യുന്നത്, അതായത് സാധാരണ നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നത്, എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്തെങ്കിലും റിവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നുവെങ്കിൽ പെട്ടെന്നുള്ള ഈ ഒരു കാറ്റഗറി ചേഞ്ചസ് ഇത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് താല്പര്യം വരണമെന്നില്ല. അതിനാൽ തന്നെ ചാനൽ ഗ്രോത്ത് നഷ്ടപ്പെടാനും ഇത് കാരണമാകും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് മറ്റു കാറ്റഗറിയിലെല്ലാം താല്പര്യമുണ്ട് എങ്കിൽ ഇതിനായി നിങ്ങൾ സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള ചാനലിന് ദോഷമൊന്നുമില്ലാത്ത രീതിയിൽ മറ്റു ചാനലിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് ഒന്നും കുറച്ച് മാസത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല, എന്നാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ചാനലിൽ വീണ്ടും വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഒരു ചെറിയ വീഡിയോ ഈ ഗ്യാപ്പ് എടുത്തതിനെ കുറിച്ചും അതുപോലെ ഫ്യൂച്ചറിൽ നമ്മുടെ ചാനൽ എങ്ങനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചും ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനാൽ തന്നെ നമ്മുടെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് എല്ലാം നേടിയെടുക്കാനും ഈ വീഡിയോയിലൂടെ നമുക്ക് സാധിക്കും. വീണ്ടും ചാനൽ ഗ്രോത്ത് നഷ്ടപ്പെടുത്തുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഓഡിയോ ക്വാളിറ്റി. പല വലിയ ചാനലുകളും ലേറ്റസ്റ്റ് ടെക്നോളജി ഓഡിയോസ് എല്ലാമാണ് അവരുടെ ചാനലിൽ യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അവരുടെ വീഡിയോയിലെ ഓഡിയോ ക്വാളിറ്റി നല്ലതായതിനാൽ തന്നെ വ്യൂവേഴ്സ് അവരുടെ വീഡിയോ കൂടുതൽ നേരമെല്ലാം കാണാൻ താല്പര്യം കാണിക്കാറുണ്ട്. പല യൂട്യൂബേഴ്സും അവർ പല ഓഡിയോ സോഫ്റ്റ്വെയർസ് എല്ലാം യൂസ് ചെയ്ത് അവരുടെ ഓഡിയോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഒരു ചാനലിന് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി എല്ലാം യൂസ് ചെയ്യാനോ സാധിക്കണമെന്നില്ല. അതിനാൽ തന്നെ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ നല്ല ക്വാളിറ്റി മൈക്കെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓഡിയോ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ചാനൽ ഗ്രോത്ത് നഷ്ടപ്പെടുത്തും. അതിനാൽ തന്നെ വളരെയധികം റിസർച്ച് എല്ലാം ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ച് നമുക്ക് പറ്റിയ മൈക്ക് പർച്ചേസ് ചെയ്യുക.
അതുപോലെ പലരും വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൽ വ്യൂസ് എല്ലാം കുറവാണ് എന്നതുകൊണ്ട് നിരാശപ്പെടാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നിരാശപ്പെടാതിരിക്കുക. നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ പഴയ വീഡിയോസിലേക്കെല്ലാം വ്യൂസ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പലപ്പോഴും നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് അപ്പോൾ വ്യൂസ് എല്ലാം കുറവാണെങ്കിലും കുറച്ച് മാസങ്ങളെല്ലാം കഴിഞ്ഞായിരിക്കും നമുക്ക് ആ വീഡിയോസിന് നല്ല ഗ്രോത്ത് എല്ലാം ലഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്